ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ വീണ്ടും സെക്കൻഡ് മാച്ച് വീക്കിൽ നമ്മൾ പ്രഷർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നു. കാരണം കഴിഞ്ഞ മാച്ച് വീക്കിലും മാൻ സിറ്റി വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് വെസ്റ്റ് ഹാമിനെ തോപ്പിച്ചിട്ട് ടോപ്പ് ഓഫ് ദ ടേബിളിൽ പോയത്. നമ്മുടെ കളിക്ക് മുമ്പ് ആ പ്രഷർ നമ്മൾ എവർട്ടനെ തോപ്പിച്ച് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. പ്രൊഫഷണൽ ഗെയിം. ആ ഗെയിമിലെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയാമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ ഗോൾസ് വേണമായിരുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ കളിയാണെങ്കിൽ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ നമ്മുടെ മാൻ സിറ്റി 2-1 തോപ്പിച്ചിട്ട് അവർ വീണ്ടും ടോപ്പ് ഓഫ് ദ ടേബിൾ പോകുന്നു. നമ്മളിതാ ബ്രൈറ്റനെ നേരിടുന്നു. സോ അങ്ങനെ രണ്ട് ഗെയിം വീക്കിലാണ് നമ്മുടെ ആ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ്, ആ മാനേജർ, ആ മാൻ സിറ്റി എന്ന് പറയുന്ന മെഷീൻ്റെ ആ ഒരു പ്രഷറിനെ നമ്മൾ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. സോ ഇതിനൊരു ബിഗ് ഷൗട്ട് ഔട്ട് നമ്മുടെ ടീമിന് കൊടുത്തേ പറ്റൂ. നോട്ട് ജസ്റ്റ് എങ്ങനെ ആ പ്രഷർ ഹാൻഡിൽ ചെയ്തു എന്ന്, വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ വെരി പ്രൊഫഷണൽ വേ. നമ്മൾ വളരെ എസ്പെഷ്യലി ആ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ്, 15 ഷോട്ട്സ്, 5 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, ഒരു ഗോള്. ആൻഡ് ഇന്നത്തെ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ അറിയാലോ, റൈസ് ആണ് റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചത്. കാരണം ടിംബറിൻ്റെ ഇഞ്ചുറി, ഹി വിൽ ബി ബാക്ക് സൂൺ. ടിംബർ നമ്മുടെ വൈറ്റും ഇഞ്ചേർഡ് ആണ്. സോ നമ്മുടെ റൈസാണ് റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചത്. റൈസ്, ഹിൻകപ്പിയെ, സലീബ ആൻഡ് MLS. കാലഫിയോറിക്കും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു ഇഞ്ചുറി. ബട്ട് ഐ എം ഷുവർ ഈ രണ്ടുപേരും തിരിച്ചു വരുമെന്ന്. ഓക്കെ. ആൻഡ് ഓഫ് കോഴ്സ് റായ ആയിരുന്നു നമ്മുടെ ഗോൾ കീപ്പർ. മിഡിലേക്ക് വരുമ്പം മെറീനോ, ഓഡഗാർഡ് ആൻഡ് സുബമെൻഡി. ഫോർവേഡിലേക്ക് പോകുമ്പം സാക്ക, ഗ്യോക്കറേസ് ആൻഡ് ട്രൊസാർഡ്. ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പം 4-3-3 ആയിരുന്നെങ്കിലും പിന്നെ അത് 3-4-3 എന്നുള്ള ഒരു ഫോർമേഷനാണ് നമുക്ക് ക്ലിയർ ആയിരുന്നു. എസ്പെഷ്യലി ആ ഫസ്റ്റ് 5 മിനിറ്റ്സ് വളരെ ക്ലിയർ ആയിരുന്നു. ആ ഫസ്റ്റ് 5 മിനിറ്റ്സ് ഇറ്റ് വാസ് റിയലി എ ഗുഡ് ഫ്ലോട്ടിംഗ് ഗെയിം. ആ സെക്കൻഡ് മിനിറ്റിൽ തന്നെ ഗ്യോക്കറേസിന് ഒരു കിട്ടിയില്ല ചാൻസ് കിട്ടുന്നുണ്ട്. അത് ലേസ് ചെയ്യേണ്ടടുത്ത് പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചു. സോ എഗെയിൻ ഈ വക ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുമ്പോൾ ഹി ഷുഡ് മേക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ. ആ ലേസിന് പവർ ഇല്ലാഞ്ഞിട്ടല്ല, സെക്കൻഡ് ഹാഫിലാണെന്ന് തോന്നുന്നു, ഒരു ഷോട്ട്, ഒരു റോക്കറ്റ് ഷോട്ട് ഗോളിലേക്ക് അടിച്ചായിരുന്നു. അത് ഗോൾ കീപ്പറിൻ്റെ നേരെയാണ് വന്നത്. ബട്ട് അതുപോലെ ആ ഷോട്ട് ആ സെക്കൻഡ് മിനിറ്റിൽ അടിക്കുകയായിരുന്നെങ്കിൽ ഒരുത്തരും അത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അതേ സമയത്ത് അവിടെ കുറച്ചുകൂടെ ഓവർ തിങ്ക് ചെയ്ത് അത് കോംപ്ലിക്കേറ്റ് ആക്കി കുളവാക്കി എന്ന് നമുക്ക് പറയേണ്ടി വരും. സോ അങ്ങനെ ഒരു ടോട്ടൽ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഓഡഗാർഡ് ബാക്ക് ടു ഹിസ് ബെസ്റ്റ്. എങ്കിലും അവിടെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. കാരണം ഓഡഗാർഡാണ് ഇറങ്ങി വന്ന് ബോൾ എടുത്ത് മുന്നോട്ട് വന്ന്, അവിടെ സുബമെൻഡി കുറച്ചുകൂടെ ഇൻവോൾവ് ആവണമെന്നുള്ള ഒരു കംപ്ലൈൻറ്റ് പല ഫാൻസിനും ഉണ്ട്. അതുപോലെ തന്നെ എനിക്കുമുണ്ട്. സുബമെൻഡി ഈസ് ദ ഷുഡ് ബി ബോൾ ക്യാരിങ് മിഡ്ഫീൽഡർ. അത് കുറച്ചുകൂടെ ഒന്ന് ആ ഗെയിം ഇമ്പ്രൂവ് ചെയ്യണം. സോ ഓഡഗാർഡ് ബാക്ക് ടു ഹിസ് ബെസ്റ്റ്. ആ ഒരു ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്, നല്ല നോട്ട് ജസ്റ്റ് ലുക്കിംഗ് ബിസി, കറക്റ്റ് പാസസ്, ഡ്രിബ്ലിംഗ് ഡ്രമാറ്റിക്കലി ഇമ്പ്രൂവ്ഡായി. ഈവൻ സാക്ക ബ്രില്യൻ. പക്ഷേ സാക്കയുടെ എല്ലാവരും കംപ്ലൈൻറ്റ് ഇതാണ്, ബീങ് ടു സെൽഫിഷ്. സാക്കയ്ക്ക് 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു കട്ട് ബാക്ക് ചെയ്ത് ഗ്യോക്കറേസിന് കൊടുക്കാൻ. അത് ചെയ്യാതെ ഡയറക്റ്റ് ഷോട്ട് എടുത്തു. സാക്ക ഓൾസോ അത് ഒഴിച്ചു കഴിഞ്ഞാൽ സാക്ക ഹാഡ് എ ഗുഡ് ഗെയിം. ഓക്കെ. ഈവൻ ട്രൊസാർഡ് എഗെയിൻ നമ്മുടെ ഗ്യോക്കറേസിൻ്റെ കൂട്ടായിരുന്നു, ഒരുപാട് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ചെയ്തു. ബട്ട് ഇതെല്ലാം ചെറിയ ചെറിയ ഇഷ്യൂസാണ്. ഇത് പറയുമ്പം ഒരുപാട് ഇഷ്യൂ ഉണ്ട്, ഒരിക്കലും അല്ല. ഇതെല്ലാം ചെറിയ ചെറിയ ഇഷ്യൂസാണ്. ബട്ട് ഓവറോൾ ആ ഗെയിം നോക്കുമ്പോൾ വി ടോട്ടലി ഡോമിനേറ്റഡ് ദ ഗെയിം. എനിക്കൊന്ന് 25 ഷോട്ട്സ്, അറൗണ്ട് 16, ഞാൻ സ്റ്റാർട്ട് ഇവിടെ ഇടാം. ടോട്ടൽ ഡോമിനേഷൻ. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ സാക്കയുടെ ഒരു പാസ് ഓഡഗാർഡ് ഔട്ട്സൈഡ് ദ ബോക്സിൽ കിട്ടുന്നു. നമ്മുടെ പഴയ ഓഡഗാർഡിൻ്റെ ബെഞ്ച് മാർക്ക് ഗോള്, അടിപൊളി ഒരു ഗോള്. അങ്ങനെ 1-0 ഫിനിഷ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിൽ വരുന്നു. സെക്കൻഡ് ഹാഫിൽ അതേ ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്നു. റൈസിൻ്റെ കോർണർ, നമ്മുടെ ഓൺ ഗോൾ ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ. എനിക്കത് കഴിഞ്ഞ 4 കളിയിൽ ഓൺ ഗോൾ ഉണ്ടെന്ന് തോന്നുന്നത്, ഐ എം ഷുവർ. സോ അങ്ങനെ ഓൺ ഗോൾ 2-0 ക്രൂസിങ്. അങ്ങനെ ഇരുന്നപ്പോഴാണ്
അവർക്കൊരു 15 മിനിറ്റ്സ് സ്പെല്ല് കിട്ടുന്ന ആ സ്പെല്ലിൽ അവരൊരു ഗോൾ അടിക്കുന്നു. ആൻഡ് ദാറ്റ് വാസ് എ ഗുഡ് ഗോൾ ഓൾസോ. ആ ഗോൾ കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് ആ ഗോൾ കയറി കഴിഞ്ഞ ഒരു 15 മിനിറ്റ്സ് സ്പെല്ല് അവർക്കുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ഡേഞ്ചറസ് സ്പെൽ. ആ സ്പെല്ലിൽ ഒരു 1.5 വേൾഡ് ക്ലാസ് സേവ് ഉണ്ട് നമ്മുടെ ഡേവിഡ് റായയുടെ വക. ഒരു ഷോട്ട് ആൻഡ് ഒരു പിൻ പോയിൻറ്റ് പെർഫെക്റ്റ് ഷോട്ടാണ്. ആ പെർഫെക്റ്റ് ഷോട്ടിന് ഈക്വൽ ക്വാളിറ്റി സേവ്. സോ ഇന്നത്തെ മാച്ചിൽ മാൻ ഓഫ് ദ മാച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയും ഡേവിഡ് റായ. കാരണം ആ സേവ് ഈസ് സോ ക്രൂഷ്യൽ. നമുക്ക് പ്രീമിയർ ലീഗ് ചാർജിലേക്ക് നമ്മൾ സീസൺ തീരുമ്പോൾ നമ്മൾ അടിക്കുകയാണെങ്കിൽ വി വിൽ ലുക്ക് ബാക്ക് അറ്റ് ദീസ് മൊമെൻറ്റ്സ്, റായയുടെ സേവ്. സോ ഇറ്റ്സ് മൊമെൻറ്റ്സ് ലൈക്ക് ദിസ് ഓരോ ഗെയിം യുനോ ആ കൈപ്പിടിയിൽ നമ്മൾ ഒതുക്കുന്നത്. സോ ദാറ്റ് വാസ് ദെയർ. പിന്നെ നമ്മുടെ ബിഗ് ഗ്യാബി ആഫ്റ്റർ എ ലോങ് ഇഞ്ചുറി തിരിച്ചു വന്നു. ഗ്യാബി വന്നു കഴിഞ്ഞപ്പം ഞാൻ വാച്ചലോങ് പോയ ഗെയിമായിരുന്നു. ഗ്യാബി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഗൈസ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെ സംഭവിച്ചു, നമ്മൾ കൺസിഡർ ചെയ്തില്ല. ശരിയാണ്, ലാസ്റ്റ് 5 മിനിറ്റ്സ് അതായത് ഒരു ഗോൾ മാർജിനല്ലേ ഉള്ളൂ, അതിൻ്റെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ ലാസ്റ്റ് 5 മിനിറ്റ്സ് ആ ഒരു വലിയ അക്രമമൊന്നും കാണിച്ച് നമ്മളെ വരട്ടിയൊന്നുമില്ല. സോ ഓവറോൾ ഐ ഡോണ്ട് തിങ്ക് എനി ആർസണൽ ഫാൻ വിൽ ഫീൽ ലൈക്ക് അയ്യോ നമ്മൾ മോശമായിട്ട് കളിച്ചു, നമുക്ക് മെൻറ്റാലിറ്റി ഇല്ലായിരുന്നു. ഒരിക്കലുമില്ല. വി വർ റിയലി ഗുഡ്. ഐ ലവ് ദിസ് മെൻറ്റാലിറ്റി. നമ്മൾ പ്രൊഫഷണലിയാണ് ആ ടൈറ്റിൽ ചാർജിനെ കാണുന്ന, പ്രൊഫഷണലിയാണ് നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ദാറ്റ്സ് റിയലി വെൽക്കമിങ് ചേഞ്ച് ഫോർ ആർസണൽ ഫാൻസ്. സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. അടുത്ത കളി ആസ്റ്റൺ വില്ല. ഈ ഗെയിം എനിക്ക് പേഴ്സണലാണ്, ജയിക്കണം. ഈ ഗെയിം എനിക്ക് ഭയങ്കര പേഴ്സണലാണ്, ജയിച്ചേ പറ്റൂ. ആൻഡ് ഐ എം ഹാപ്പി ഗ്യാബ്രിയൽ തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ഐ എം റിയലി ഹാപ്പി. നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജേസൂസ് ഉണ്ട്. ഐ ആം ഷുവർ കാലഫിയോറി തിരിച്ചു വരും. ഐ ആം ഷുവർ ടിംബർ തിരിച്ചു വരും. സോ നോ എക്സ്ക്യൂസ്. ഐ വോണ്ട് ടു സീ എ പഞ്ഞിക്കിടൽ ആസ്റ്റൺ വില്ല. ഐ റിയലി വോണ്ട് ടു സീ എ പഞ്ഞിക്കിടൽ ശരിക്കും. എനിവേ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരും, അതാ ലൈക്ക് മേടിച്ചു തരും. ടേക്ക് കെയർ, ബൈ.